എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ പറഞ്ഞു വ്യായാമത്തെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ ഒരു കാര്യം കൂടെ പറയാതെ വയ്യ. അതായത് നമുക്ക് 6 ഋതുക്കളാണ് ഉള്ളത്. ശിശിരവസന്ത, ഗ്രീഷ്മ, വർഷ, ശരത്, ഹേമന്തം എന്നുള്ള ഋതുക്കളാണ് ഉള്ളത്. അപ്പൊ ഈ പ്രകൃതിയിലെ വ്യതിയാനങ്ങൾ, അത് നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ, അത് നമ്മുടെ മനുഷ്യരിലും ചരാചരങ്ങളിലും ഒക്കെ റിഫ്ലക്ട് ചെയ്യും. അതുപോലെ തന്നെ നേരെ തിരിച്ചു മനുഷ്യരിൽ ഉണ്ടാവുന്നത് നേരെ പ്രകൃതിയിൽ ആ വ്യതിയാനങ്ങൾ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഈ ഋതുക്കൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സംഹിതയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിലുള്ള എല്ലാ ഡയറ്റ് ആൻഡ് റെജിമെൻ, ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങളും ഈ ഋതുക്കൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ബലവാനായിട്ടുള്ള ഒരു വ്യക്തി, അതുപോലെ തന്നെ സ്നിഗ്ധ ഭോജനം കഴിക്കുന്ന ഒരാൾ, അതായത് ഫാറ്റ് റിച്ച് ഡയറ്റ് കഴിക്കുന്ന ശക്തിയുള്ള നല്ല ബലവാനായിട്ടുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ മൊത്തം ശക്തിയുടെ പകുതി ഉപയോഗിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വ്യായാമം ചെയ്യാൻ പാടുള്ളൂ. അതും ഏതൊക്കെ ഋതുക്കളില്? ശീതകാലത്തും വസന്തത്തിലും എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള ഋതുക്കളില് മന്ദമേവച, അതായത് വളരെ സ്ലോ ആയിട്ട് വേണം എക്സസൈസ് ചെയ്യാൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഈ വ്യായാമം ചെയ്തതിന് ശേഷം ശരീരത്തെ ചെറുതായിട്ടൊരു മർദ്ദനം കൂടെ ചെയ്യണം. അതായത് ഒന്ന് തടവണം എന്ന് പറയണ്ടേ. പക്ഷെ അത് നമുക്ക് ഇപ്പൊ നമ്മളിപ്പോ ഒരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അല്ലെ, നമ്മുടെ എഫിഷ്യൻസിക്ക് അനുസരിച്ച് ഓരോരുത്തർക്കും വെയിറ്റ് എടുക്കാനുള്ള കപ്പാസിറ്റി വ്യത്യസ്തമായിരിക്കും. അപ്പൊ അത് കൃത്യമായ ഇൻസ്ട്രക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ നമ്മുടെ എഫിഷ്യൻസിക്ക് അനുസരിച്ചിട്ട് നമ്മൾ വെയിറ്റ് എടുക്കുന്നു. അതിനുശേഷം വർക്കൗട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെച്ച് ചെയ്ത് എല്ലാ ഭാഗവും നന്നായി സ്ട്രെച്ച് ചെയ്തിട്ടാണ് നമ്മൾ അവിടുന്ന് വരാം. അപ്പൊ നമുക്ക് അത് ആ ഒരു രീതി തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഇന്നത്തെ ഒരു രീതിയായിട്ട് കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കാം. അതായത് ഫുൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് ശരീരം മുഴുവൻ ഒരു ചെറിയ മർദ്ദനം കൊടുക്കണമെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ. ആ ഒരു വിവരം കൂടെ, ആ ഒരു ഇൻഫർമേഷൻ കൂടെ അവിടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. താങ്ക് യു.